അതെ ഈ ജിൻഡപ്പനായിട്ട് നിങ്ങൾ ഒത്തുകളി ഉണ്ടല്ലോ ലാസ്റ്റ് അപ്പൊ നിങ്ങൾ വിഷമം തോന്നിയോ ഇത് കഴിഞ്ഞപ്പോ അങ്ങനെ ലാലേട്ടൻ ഈ വീണ്ടും കാണിച്ചപ്പോളെ ജിൻഡയോട് അല്ല ചിലപ്പോൾ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിക്കോട്ടെ എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഞങ്ങൾക്ക് ഉണ്ട്. കാരണം ഞങ്ങളിൽ ഒരാളായിട്ടാണ് അതിനെ പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് അറിയണോണ്ടാണ് വരുന്നത്. നിങ്ങളെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ, ആരും ഞാൻ മറക്കില്ല. അപ്പൊ സ്നേഹം ഇനിയും തരണം. അമ്മയൊക്കെ വന്നു, ബിഗ് ബോസിലേക്ക് വന്നു. അത് വലിയൊരു ഭാഗ്യമാണ്. അമ്മ ബിഗ് ബോസിലേക്ക്, ബിഗ് ബോസിന്റെ ആൾക്കാരാണല്ലോ അമ്മേനെ കയറ്റി വിട്ടത്. എന്നെ കയറ്റി വിട്ടത് ബിഗ് ബോസിന്റെ ആൾക്കാരാണല്ലോ. സന്തോഷമുണ്ട്. കല്യാണം ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല. സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം. 23 ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? പ്രണയിക്കുന്നില്ല, ഇപ്പൊ തൽക്കാലില്ല. ഇനിയിപ്പോ വീട്ടിൽ സ്വീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? സ്വീകരണമൊന്നും ഞാൻ പോയി പറഞ്ഞിട്ട് കുറച്ച് നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കിക്കണം. അതെന്നെ സ്വീകരണം. നല്ല ഫുഡാണ് അവിടെ കഴിച്ചിട്ടുണ്ട്. എന്നാലും അമ്മയുടെ ഭക്ഷണം കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. പ്രൊപ്പോസലൊക്കെ വരുന്നുണ്ടോ? പ്രൊപ്പോസൽ ഞാൻ വന്നിട്ടില്ലുള്ളൂ. നിന്നറിയില്ല, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇൻസ്റ്റ നോക്കി അപ്പൊ അങ്ങനെ കുറെ പേരുടെ മെസ്സേജ് ഒക്കെ കണ്ടു. പ്രൊപ്പോസൽ അങ്ങനത്തെ മെസ്സേജ് എല്ലാ മെസ്സേജ് നോക്കണം. വീട്ടിലേക്ക് എല്ലാവർക്കും റിപ്ലൈ ഒക്കെ കൊടുക്കണം. കൈ കഴിക്കില്ല ഇങ്ങനെ പിടിച്ചത്. ഈ ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. ഞാൻ ഇവിടുന്ന് മുമ്പ് ആദ്യമായിട്ടായിരുന്നു, തിരിച്ചു വരുമ്പോ ആദ്യമായിട്ടായിരുന്നു. ബിഗ് ബോസിന് പുറത്തിറങ്ങിയപ്പോ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? അത് മിസ് ചെയ്യുന്നുണ്ടോ? ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അവിടുത്തെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഫിനാലേക്ക് പോകണല്ലോ, പിന്നെ ഫിനാലെ എത്തിയിട്ട് എല്ലാവരും കാണാമല്ലോ. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കാണാമല്ലോ. പുറത്തിറങ്ങിയപ്പോ വിഷമം ഉണ്ടായിരുന്നു നന്നായിട്ട്? വിഷമം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാരായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എന്തായാലും പ്രേക്ഷകരെ ഇഷ്ടം പോലെ നമ്മൾ പോകണമെന്നാണല്ലോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് വ്യക്തിയാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, ഞാൻ കള്ളത്തൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ ഞാൻ, എനിക്കൊരു മാറ്റമില്ല. കാണുന്നവർക്ക് അറിയാണ്ട് കാണുന്നവർക്ക് ഫൈനലിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ ലാസ്റ്റ് വരെ? എല്ലാവർക്കും ഉണ്ടാവില്ല ആഗ്രഹം. ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ മിസ് ചെയ്യുന്നുണ്ടോ? എന്താ ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാലേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഉറപ്പായിട്ട് ലാലേട്ടൻ മിസ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്നോട്, സെലിബ്രിറ്റി ആയിട്ടാണല്ലോ പോകുന്നത്. അതിൽ തന്നെ കേട്ടപ്പോ സന്തോഷം. ഇല്ല ചേട്ടാ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ആഗ്രഹം വീടാണ്. അങ്ങനെ കയറിയിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ കയറിയത്. വീടെന്നൊരു മോഹം നടക്കട്ടെ, അത് കഴിഞ്ഞുള്ള ബാക്കി ഒരിക്കലല്ല. കപ്പടിക്കണം എന്നുള്ള മോഹമായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്റെ മോഹമല്ലോ. പോട്ടെ, ഞാൻ സെലിബ്രിറ്റിയാണ് പറയുമ്പോ എനിക്ക് ചിരി വരുന്നു. അല്ല സീരിയസ്ലി അത്രയ്ക്ക് ഫാൻസ് ഉണ്ടോ നിങ്ങൾ? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ അവരൊക്കെ എയർപോർട്ടിൽ വന്ന് സന്തോഷം കാണുമ്പോൾ മോളെ നീ നന്നായി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അത് അവരുടെ സപ്പോർട്ട് മതി. ഇത്ര നേരം ഞാൻ എത്തില്ല, 50 ദിവസം എത്തില്ല. ഇത്ര ദിവസം പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അത് സത്യം. സായിച്ചേട്ടനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സായിച്ചേട്ടൻ മുത്താണ്. പിന്നെ ഒന്നും എന്താ പറയാ, ആള് പൊളിയാ, എന്നുണ്ടാവും. ജിൻഡോ ചേട്ടൻ അതെന്നും മനസ്സിലുണ്ടാവും. എല്ലാവരും അവിടുത്തെ ഇപ്പൊ 25 പേരുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞാൻ വെട്ടിക്കുറഞ്ഞ് 10 പേരായല്ലോ. എല്ലാവരും മനസ്സിലാവുണ്ടാവും. പുറത്ത് കൂടെ ജിൻഡോ ചേട്ടന് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു ഫോൺ എടുത്തപ്പം? ഞാൻ നോക്കിയിട്ടില്ല. ഫോൺ എടുത്തപ്പോൾ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കി. ട്രോൾസ് ഒക്കെ കണ്ടായിരുന്നോ? ഒന്നും കണ്ടിട്ടില്ല. ഒക്കെ വീട്ടിൽ പോയിട്ട് സമാധാനത്തിൽ ഇനി കാണണം. പോട്ടെ. ഞാൻ സായിക്കേ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഓണാവുന്നില്ല. വണ്ടിയിൽ ഇരുന്നിട്ടാണ് തന്നെയാണ് വണ്ടി കിട്ടണ്ട. ഞാൻ കുറച്ച് ഞങ്ങളൊക്കെ അതെ ഈ ജിൻഡപ്പനായിട്ട് നിങ്ങൾ ഒത്തുകളി ഉണ്ടല്ലോ ലാസ്റ്റ് അപ്പൊ നിങ്ങൾ വിഷമം തോന്നിയോ ഇത് കഴിഞ്ഞപ്പോ അങ്ങനെ ലാലേട്ടൻ ഈ വീണ്ടും കാണിച്ചപ്പോളെ ജിൻഡയോട് അല്ല ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടി നന്ദ കളിച്ചു പറഞ്ഞു. അപ്പൊ അത് വിഷമം തോന്നിയോ? ശരിക്കും ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാലോ ഞങ്ങൾ ഇച്ചിരി എങ്ങനെയാന്നുള്ളത്. അത് കാരണം നിങ്ങൾ സപ്പോർട്ടുള്ളവർ ഞാൻ ഇവിടെ വരുത്തിയില്ലേ, അത് മതിയാ.